ഹലോ, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ബ്ലോഗിങ്ങിനൊക്കെ പറ്റിയൊരു അടിപൊളി മൈക്കാണ്. അതായത് ചെറിയ റേറ്റിൽ നല്ല ക്വാളിറ്റിയുള്ള മൈക്കാണ് ഇത്. നമുക്ക് ഫോണിലും പിന്നെ കമ്പ്യൂട്ടർ, ക്യാമറ അങ്ങനെ എല്ലാത്തിലും ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വളരെ ചെറിയ സൈസ് വരുന്ന ഈ മൈക്കിൻ്റെ ബാക്കിൽ മാഗ്നറ്റ് ഉണ്ട്. അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ഷർട്ടിലോ അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സിൽ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്കിത് ഈസി ആയിട്ട് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് മൈക്ക് നോക്കാം. ഈ കാണുന്ന ചെറിയ ബോക്സ് ഉണ്ടല്ലോ, അതിനകത്താണ് മൈക്ക് വരുന്നത്. ബാക്കി രണ്ടെണ്ണം കാണുന്നത് ഐഫോണിലും പിന്നെ നമുക്ക് നോർമൽ ആൻഡ്രോയിഡ് ഫോണിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് അതിൻ്റെ റിസീവറാണ്. ഈ ബോക്സിൻ്റെ ഒരു സൈഡിൽ തന്നെ ഏതൊക്കെ ഫോണിൽ ഏതൊക്കെ മോഡലിൽ ഇത് സപ്പോർട്ട് ആവുന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. ഇതിന് ഏറെക്കൊരു റേറ്റ് വരുന്നത് 13,000 രൂപയാണ്. ഞാനിത് വാങ്ങിച്ചിട്ട് ഒരു 4-5 മാസമായിട്ടുണ്ട്. ഓൺലൈനിലാണ് ഞാൻ വാങ്ങിച്ചത്. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയൊരു ബുക്സ്. ഇതിൽ നമ്മൾ യൂസർ മാനുവൽ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്, വാറണ്ടി കാർഡ്, പിന്നെ ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് ഈ ബുക്കിൽ അറിയാം. പിന്നെ ഇത് സ്റ്റിക്കറാണ്, വളരെ കൂടുതലുണ്ട് സ്റ്റിക്കർ. അത്യാവശ്യം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും മൈക്കിന് ഒട്ടിക്കാൻ പറ്റും. ഞാനിതുവരെ തൊട്ടിട്ടില്ല, കാരണമാണ് അത് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൽ വേറെ വരുന്നത് ഇതിൽ പാക്കേജിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്നുള്ളതിൻ്റെ ലിസ്റ്റാണ്. പിന്നെ അതിന് ശേഷം സെയിം അതിനെക്കുറിച്ചിട്ടുള്ള എന്തൊക്കെയോ ടോക്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ എന്തോ അവരുടെ ഒരു കാർഡ് പോലെ എന്തോ ഒരു സാധനം കൂടി തന്നിട്ടുണ്ട്, യൂസർ ഗൈഡാണ്. ഇനി ഇതിനകത്ത് വേറെയും കുറച്ച് ഐറ്റംസ് ഉണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. ബോക്സ് തുറന്നിട്ട് അതിൻ്റെ താഴെയാണ് ഒരു പൗച്ചുള്ളത്. ആ പൗച്ചിനകത്ത് കുറേ ഐറ്റംസ് ഉണ്ട്. അതായത് മൈക്കിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് കേട്ടോ. നമുക്ക് എന്തായാലും തുറന്ന് നോക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളൊരു പൗച്ച് തന്നെയാണ് അവർ തന്നിട്ടുള്ളത്. ഞാൻ പൗച്ചിലല്ലേ യൂസ് ചെയ്യാറ്, ഞാൻ ജസ്റ്റ് വേറൊരു ബോക്സിലാണ് യൂസ് ചെയ്യാറ്. ഇത് ജസ്റ്റ് ചാർജിങ് കേബിളാണ്. പിന്നെ ഇത് പൂച്ച, നമ്മളെ കോൾമി ഷസാമൊക്കെ പറയുന്ന പോലെ പൂച്ചയാണ്. അതായത് മൈക്കിൽ നോയിസ് ക്യാൻസലേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് 2 എണ്ണം തന്നിട്ടുണ്ട് അതിനകത്ത്. ജസ്റ്റ് നമ്മൾ ഫസ്റ്റ് എടുത്തപ്പോൾ ഇതാണ് കണ്ടതെന്ന് മാത്രം, അതുകൊണ്ട് കാണിച്ചു എന്നുള്ളൂ. പിന്നെ വേറെ വരുന്നത് ഇത് നമ്മുടെ ഷർട്ടിലും കാര്യങ്ങളൊക്കെ സ്റ്റിക്ക് ചെയ്യാവുന്നൊരു ക്ലിപ്പാണ്. അത് 2 എണ്ണം ഉണ്ട്, 2 മൈക്കിന് വേണ്ടിയിട്ട്. അതൊരു മാഗ്നറ്റിക് ആണ് കേട്ടോ. അതിന് സൈഡിലായിട്ട് മാഗ്നറ്റിക് ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണത് ജസ്റ്റ് അതിൽ ഒട്ടി അങ്ങനെ നിന്നോളും. പിന്നെ വേറെ വരുന്നത് ഇതിനകത്ത് ഇതൊരു ടാഗാണ്. ഇതും അതേപോലെ മാഗ്നറ്റിക് തന്നെയാണ്. ജസ്റ്റ് നമ്മൾ കഴുത്തിലിടാം, എന്നിട്ട് നോർമൽ ചെയിന് കഴുത്തിലിടുന്ന പോലെ തന്നെ അതിൽ മൈക്ക് ഇട്ടിട്ട് അങ്ങനെ ഉപയോഗിക്കാം. നിങ്ങൾ കുറേ വ്ളോഗും കാര്യങ്ങളും കണ്ടിട്ടുണ്ടാവും, പലരും അങ്ങനെ ചെയിനായിട്ട് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് നോർമലായിട്ട് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതുവരെ ഇതൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. ഇതും അതേപോലെ തന്നെ ഒരു പൂച്ചയാണ്, 2 മൈക്കിനും കൂടുള്ള പൂച്ചയാണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ ചാർജിങ് കേബിളാണ്. C ടൈപ്പാണ് വരുന്നത്, USB to C ആണ്. ഇതിന് അഡാപ്റ്റർ തന്നിട്ടില്ല. പിന്നെ ഇത് ഞാൻ അഡീഷണൽ വെച്ചാണ് കേട്ടോ. ഇത് ഐഫോണിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഡിയോ ജോക്ക് ഉണ്ടായിരുന്നു, ഞാൻ ഇതുവരെ യൂസ് ചെയ്തില്ല. പിന്നെ ഇത് നമുക്ക് ക്യാമറയിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ക്യാമറ ടു മൈക്ക്, അതിൻ്റെ മറ്റേ സാധനം എന്താ പറയുക, റിസീവർ കണക്ട് ചെയ്യുന്നതാണ്. പിന്നെ പൗച്ചിൽ വേറൊന്നുമില്ല. പിന്നെ ലാസ്റ്റ് നമുക്ക് കാണുന്നത് നമുക്ക് മൈക്കാണ്. ഇതാണ് അതിൻ്റെ ഒരു റിസീവർ. ഇത് നമ്മളെ C ടൈപ്പിൽ യൂസ് ചെയ്യുന്നതാണ്. അതായത് ആൻഡ്രോയിഡ് ഫോണിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഐഫോൺ 16 സീരീസ് മുതൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇത് നോർമൽ ഐഫോണിലുള്ള, അതായത് 15 വരെയുള്ള ഐഫോണിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണിത്. പിന്നെയാണ് നമ്മളെ മൈക്ക്. ഇതിനുള്ളിലാണ് നമ്മളെ മൈക്ക് വരുന്നത്. അതായത് എയർപോർട്സിൻ്റെ ഒക്കെ പോലത്തെ ഒരു സ്ക്വയർ പെട്ടിയാണ്. ഈ പെട്ടിൻ്റെ ഉള്ളിൽ കാണുന്ന 2 എണ്ണമാണ് മൈക്ക്. ഈ സാധനം നമ്മളെ ക്യാമറയിൽ കണക്ട് ചെയ്യുന്നതാണ് കേട്ടോ. ക്യാമറയിൽ കണക്ട് ചെയ്തിട്ട് അതായത് ജസ്റ്റ് ക്യാമറയിൽ സ്റ്റിക്ക് ചെയ്യുക. നമ്മളെ ഫ്ലാഷ് ലൈറ്റ് വെക്കൂല, അതിൻ്റെ അവിടെ തന്നെയാണ് ഈ സാധനം കണക്ട് ചെയ്യുക. അതിനുശേഷം പിന്നെ വയറും കണക്ട് ചെയ്യണമെന്ന് തോന്നുന്നു. ഇതൊരു ക്യാമറയിൽ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. ഇതിൽ ഒരു വയർ അഡീഷണൽ തന്നിട്ടുണ്ട്, പിന്നെ ഈ സാധനവും തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് അതിൻ്റെ ഉപയോഗം എന്ന് ഞാനതുവരെ നോക്കിയിട്ടില്ല. മിക്കവാറും ആ ഒരു വയർ യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ ഇതാണ് മൈക്ക് വരുന്നത്. ഇതിൻ്റെ ബാക്കിൽ കണ്ടില്ലേ,
ആ ഒരു ചെറിയ റൗണ്ട് ഒരു പ്ലേറ്റ് പോലത്തെ സാധനം, ആ സാധനം റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ ഷർട്ടിലും കാര്യങ്ങളൊക്കെ സ്റ്റിക്ക് ചെയ്യുക. ഇതുണ്ടാവും ബാക്കിലൊരു മാഗ്നറ്റ്. സംഭവം നൈസല്ലേ, സിമ്പിളാണ്. അത്യാവശ്യം ചെറിയ സാധനം, വലിയ വെയിറ്റും ഇല്ല, നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നോയിസ് ക്യാൻസലേഷനൊക്കെ അടിപൊളിയാണ്. ഞാനിതിൽ ചെയ്തിട്ടുള്ള അത്യാവശ്യം ഇപ്പോൾ ലാസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു 3-4 വ്ളോഗൊക്കെ ഈ മൈക്ക് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള ബോക്സാണ് കേട്ടോ ഇതിൻ്റെ അകത്ത്. ഇതിൽ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, മോഡലും കാര്യങ്ങളും. അത്യാവശ്യം നല്ല ചാർജ് നിൽക്കുന്നുണ്ട്. ഞാനിത് ഒരു 3-4 തവണയൊക്കെ തന്നെ ചാർജ് ചെയ്തിട്ടുള്ളൂ. അതും കൂടുതൽ ചാർജ് ചെയ്തില്ല, കുറച്ച് നേരം ചാർജ് ചെയ്തിട്ട് ഞാനങ്ങനെ ഉപയോഗിക്കുക ചെയ്തിട്ടുള്ളത്. ഇതുവരെ ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു ഇഷ്യൂ വന്നിട്ടില്ല. ഇതാണ് നമ്മളെ മൈക്കിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ. ഇതുവരെ ഉപയോഗിച്ചിട്ട് എനിക്കൊരു കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ ഒരു ഡ്രോബാക്ക് ഒന്നും വന്നിട്ടില്ല. എന്തായാലും ഇത് വെർത്താണ്, വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പെട്ടെന്ന് വാങ്ങിച്ചോ. നല്ല സാധനമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു 1 വർഷത്തെ വാറൻറ്റി ഉണ്ട് ഇതിന്. എന്തായാലും നല്ല പ്രൊഡക്റ്റാണ്. എനിക്കെന്തായാലും ഇതിനെക്കുറിച്ചൊരു മോശം അഭിപ്രായമല്ല. ഇതാണ് നമ്മളെ ഹോളി ലാൻഡിൻ്റെ ലാർക്ക് M2 എന്ന് പറയുന്ന മൈക്ക്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. താങ്ക് യു, ബൈ. എന്തായാലും ഇത് പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ.